എല്ലാവർക്കും SR കറിവേടിലേക്ക് സ്വാഗതം. ഇന്ന് ബട്ടർ പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി, പൊറോട്ട, നാന്, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി പനീർ മസാല. ഇപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ. 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുക്കുക. ബട്ടർ നല്ലവണ്ണം മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച പനീർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്യുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതേ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 3 കരയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്യുക. 2 സബോള കട്ട് ചെയ്തത്, കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 7 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി കട്ട് ചെയ്തത്. ഇതിലേക്ക് സബോളയും കാഷ്യൂ നട്ട്സും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. സബോള വേഗം കുക്കായി വരാനായിട്ട് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇപ്പോൾ സബോള കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് തക്കാളി വേഗം കുക്കായി വരാനായിട്ട് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. ഇപ്പോൾ തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. തക്കാളി നല്ലവണ്ണം കുക്കായി വരണം. ഇതുപോലെ വേണം എടുക്കാൻ. സ്റ്റവ് ഓഫ് ചെയ്യുക. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇത് മാറ്റി വയ്ക്കുക. വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. സബോള കളർ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. അതൊന്ന് റോസ്റ്റ് ആയാൽ മിക്സിയിലെ ജാറിൽ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വഴറ്റിയെടുക്കുക. മിക്സിയുടെ ജാറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ച് തിളച്ചതിന് ശേഷം പനീർ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ പനീറൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കസ്തൂരി മേത്തിയും
മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കുക. അടിപൊളി പനീർ മസാല എന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.